നമസ്കാരം രുചികട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പനീർ വെച്ചൊരു സ്റ്റാർട്ടറുമായിട്ടാണ്, പനീർ പോപ്കോൺ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് സ്കൂളിലേക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പനീർ പോപ്കോൺ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് നമ്മൾ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പനീർ ക്യൂബ്സ് ആക്കിയതാണ്. ഇനി വേണ്ടത് നമുക്ക് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ കോൺഫ്ലേക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം മധുരമൊന്നും ഇല്ലാത്ത കോൺഫ്ലേക്സ്, ക്ലീൻ ആയിട്ടുള്ള ഫ്ലേവർ ഇല്ലാത്ത കോൺഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി, പക്ഷേ കോൺഫ്ലേക്സ് ആണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് നമ്മൾ എടുത്തിപ്പോൾ ഏതാണ്ട് ഒരു കപ്പുണ്ട്. ഇതിൻ്റെ കുറച്ച് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കാം. അപ്പോൾ കോൺഫ്ലേക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ പൊടിക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്യാം. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കോൺഫ്ലേക്സ് ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പനീറും ഇതുപോലെ തന്നെ കോൺഫ്ലേക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, മിക്സഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിൽ ഒറിഗാനോ ഇട്ട് കൊടുത്താലും മതി. നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ പനീറും അതുപോലെ തന്നെ കോൺഫ്ലേക്സ്. നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മൈദ, ഉപ്പ് ചേർക്കാം ആവശ്യത്തിന്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്, ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി പനീർ ഇതിൽ ഡിപ്പ് ചെയ്ത് ഒന്ന് കോട്ട് ചെയ്യാം. അതിനുശേഷം കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പനീറും നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായിട്ട് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ പനീർ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വെജിറ്റേറിയൻസിന് പറ്റിയൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.